നമസ്കാരം. കെ കരുണാകരന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന മുരളി മന്ദിരം സംഘി കേന്ദ്രമാക്കാൻ സമ്മതിക്കില്ല എന്ന് കെ മുരളീധരൻ. പത്മജിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല അതെന്നും UDF-കാരല്ലാത്തവർ അവിടെ കയറുന്നത് തടയാൻ നടപടിയെടുക്കുമെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി. പത്മജിയോടുള്ള സമീപനത്തിൽ മാറ്റമില്ല എന്നും പത്മജിയുടെ BJP പ്രവേശനം കൊണ്ട് വോട്ട് കൂടിയതേ ഉള്ളൂ എന്നും അദ്ദേഹം വിമർശിച്ചു. അതേസമയം തൃശൂരിൽ CPM BJPക്ക് വോട്ട് മറിച്ചു എന്നും അദ്ദേഹം പറയുകയുണ്ടായി. തൃശൂരിൽ തനിക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നുവെന്നും UDF ജയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദല്ലാൽ പറഞ്ഞതുപോലെ നടന്ന ചർച്ചയുടെ പ്രതിഫലനം തൃശൂരിൽ ഉണ്ടായി. CPMന്റെ ശക്തി കേന്ദ്രങ്ങളായ നാട്ടികയിലും ഗുരുവായൂരിലും വോട്ടുകൾ BJPക്ക് പോയി. വോട്ട് കച്ചവടം നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. എന്നാൽ BJPക്ക് കഴിഞ്ഞ വർഷം കിട്ടിയ വോട്ട് അതേപടി ഇത്തവണയും കിട്ടിയിട്ടുണ്ട് എന്നും ഇതൊന്നും UDF-നെ ബാധിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. 30,000 മുതൽ 50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ UDF ജയിക്കും. CPM വോട്ട് മറിച്ചത് ചിലപ്പോൾ 2ാം സ്ഥാനത്ത് എത്താൻ BJPയെ സഹായിക്കും. വോട്ട് മറിഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണ്. BJPയോടുള്ള CPMന്റെ സമീപനം എന്നും വേറിട്ട രീതിയിലാണ്. പണ്ട് കേന്ദ്രത്തിലാണെങ്കിൽ ഇന്നും കേരളത്തിലും അത് തുടരുന്നുവെന്നും കെ മുരളീധരൻ ആരോപിച്ചു. കരുവന്നൂർ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസ് എന്നിവയെല്ലാം പാർട്ടിയെ ഭയപ്പെടുത്തുന്നു. ജയരാജൻ ചർച്ച നടത്തിയത് അദ്ദേഹത്തിന് BJPയിൽ പോകാനല്ല, CPMന്റെ പ്രതിനിധിയായ മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് ചർച്ച നടന്നത്. അതുകൊണ്ട് തന്നെയാണ് നടപടിയെടുക്കാതിരുന്നതും. തൃശൂരായിരുന്നു മെയിൻ ഡീലെന്നും കെ മുരളീധരൻ ആരോപിച്ചു.